ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സേമിയയും കോഴിമുട്ടയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ്, ഏത് നേരം കഴിക്കാവുന്നതും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് വലിയ ജീരകം, ചെറിയ ജീരകം, 2 കഷ്ണം ബേ ലീഫും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ തന്നെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്കിതിൽ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. പേസ്റ്റ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്ലെയിം മീഡിയത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ അങ്ങോട്ട് മുരിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് സവാളയുടെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക. സവാള നല്ല പോലെ തന്നെ മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു 2 സെക്കൻഡ് ഇത് അടച്ചു വെക്കുക. അപ്പോഴത്തേക്കും ആ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് ഉടഞ്ഞു വരും. ഇപ്പോൾ ആ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള കേബേജും ക്യാരറ്റും ബീട്രൂട്ടും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബീട്രൂട്ടും ക്യാരറ്റും ചീകി എടുത്തതാണ്. കേബേജ് ചെറുതായി അരിഞ്ഞതാണ്. ഇതെല്ലാതും ഉണ്ടാവണം എന്നില്ല, ഉള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഏതാണോ കഴിക്കാൻ താല്പര്യം കൂടുതൽ അത് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. ഈ പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പേരികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ മക്കൾ കഴിക്കാൻ നല്ല മടിയാണ്. ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചോളും. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ പച്ചക്കറി കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ക്യാരറ്റും കേബേജും ബീട്രൂട്ടൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടിയും ലേശം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മഞ്ഞ കളറായി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് കേട്ടോ ഗരം മസാലപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം ചേർക്കുന്നുള്ളൂ. മല്ലിപ്പൊടി 1 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതെങ്കിൽ മുളക് പൊടിയുടെ അളവ് നല്ലപോലെ കുറച്ചിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഒരു പച്ചമണം മാറുന്ന വരെ നിർത്താതെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ സോയാ സോസും ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. നമ്മളിപ്പോൾ തക്കാളി അത്യാവശ്യം വലുത് നന്നായി പഴുത്തത് ചേർത്തുകൊണ്ട് തന്നെ പിന്നെ ടൊമാറ്റോ സോസ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കേട്ടോ വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇത് അടച്ചു വെക്കുക. നന്നായി തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ അതായത് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. റോസ്റ്റഡ് സേമിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സേമിയ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ സേമിയ. അപ്പോൾ സേമിയ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സേമിയത്തിന് അനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ നമ്മൾ സേമിയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട്. വെള്ളം വറ്റി വരുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊരു 2 സെക്കൻഡ് ഇതുപോലെ ഇങ്ങോട്ട് അടച്ച് വെക്കുക. ഇപ്പോൾ ഇതാ ഒന്നുകൂടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ആ ഒരു വെള്ളമൊക്കെ വറ്റിയിട്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കോഴിമുട്ട ഒന്ന് ചിക്കി എടുക്കണം. ഇതിപ്പോൾ മുട്ട ചേർക്കാണ്ടും കഴിക്കാം കേട്ടോ. ഇപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് കോഴിമുട്ട ചേർക്കാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ തന്നെ കോഴിമുട്ട ചിക്കി എടുക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് 2 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മുട്ട ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ചിക്കി എടുക്കുക. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ചിക്കി എടുത്തിട്ടുള്ള കോഴിമുട്ട നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സേമിയയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് 2 സെക്കൻഡ് ഹൈ ഫ്ലെയിം ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അതിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ ഡ്രൈ ആയി വരും കൂടെ വേണം കേട്ടോ. ഈ സേമിയ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ വേണം ആക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ സേമിയ. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ആ ബീട്രൂട്ടൊക്കെ ചേർത്തുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു കളർഫുള്ളായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാം, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.